സന്തോഷ് 13% താഴെ എന്ന് പറയുമ്പോൾ ഏകദേശം നല്ല മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു ആദ്യ മണിക്കൂറിൽ തന്നെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ യുവ വോട്ടർമാരുടെ സാന്നിധ്യം എത്രമാത്രമാണ്? വിദ്യ യുവ വോട്ടർമാരുടെ സാന്നിധ്യം ഏറെ പ്രസക്തമാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ. അതോടൊപ്പം തന്നെ യുവ വോട്ടർമാർ മാത്രമല്ല, എല്ലാ വിഭാഗത്തിലുള്ള വോട്ടർമാരും നമ്മുടെ പത്തനംതിട്ടയിൽ കാര്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അടൂരിൽ നിന്നാണ് രാവിലെ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത നമ്മൾ കണ്ടത്. 82 വയസ്സുള്ള നയനാനും അതുപോലെ തന്നെ 81 വയസ്സുള്ള ലീലയും, അവർ ഇരുവരും കന്നി വോട്ടർമാരാണ്. അവരിലാണ് ഇന്ന് രാവിലെ അടൂർ വോട്ടിംഗ് തുടങ്ങിയത് തന്നെ. ആ നിലയിൽ നോക്കുവാണെങ്കിൽ ജില്ലയിലെ എല്ലാ മേഖലകളിലും യുവ വോട്ടർമാരോടൊപ്പം തന്നെ അല്ലാത്ത വോട്ടർമാരും സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരു നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് വോട്ടിന്. ഇപ്പം എന്തായാലും 13.2 വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു വിദ്യ. സന്തോഷ്, പത്തനംതിട്ടയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറെ വിവാദങ്ങൾ നിലനിന്നിരുന്ന ഒരു മണ്ഡലമാണ്. ഓരോ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ ഉൾപ്പെടെ ഒട്ടേറെ വിവാദങ്ങൾ പുകഞ്ഞൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഒരു വിവാദങ്ങൾ, പരസ്പരം വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണോ ഓരോ മുന്നണികളും? തീർച്ചയായിട്ടും നമുക്കറിയാം, പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് രൂപീകരിച്ച കാലം മുതൽ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആന്റോ ആന്റണിയാണ് 3 ടൈമിൽ ഇവിടെ മത്സരിച്ച് വിജയിച്ചത്. 4ാം തവണയാണ് ആന്റോ ആന്റണി ഇവിടെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി വാക്പ്രതിവാദങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ, പ്രചാരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഇടതുപക്ഷം ഡോക്ടർ തോമസ് ഐസക്കിനെ ഈ രംഗത്തിറക്കി ഈ സീറ്റ് പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു വലിയ ശ്രമം നടത്തുന്നുണ്ട്. അവര് ഏറ്റവും പ്രധാനമായി കാണുന്നത് ഈ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. അടൂര്, തിരുവല്ല, ആറന്മുള, കോന്നി, റാന്നി, അതുപോലെ തന്നെ കോട്ടയം ജില്ലയുടെ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും. ഇതിൽ ഈ 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളും ഇപ്പോൾ ഇടതുപക്ഷ MLA-മാരുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഈ തവണ ഈ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള നിലയിലാണ് ഡോക്ടർ തോമസ് ഐസക് മത്സരിക്കുന്നത്. നമുക്കറിയാം, ഇതിനോടകം തന്നെ ഡോക്ടർ തോമസ് ഐസക്കിനെതിരായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. കള്ളവോട്ടിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ കുടുംബശ്രീയെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള പ്രചാരണങ്ങൾ നടത്തിയെന്നുള്ള വിവാദങ്ങൾ. അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി, നമുക്കറിയാം AK ആന്റണിയുടെ മകനാണ്. അദ്ദേഹം പത്തനംതിട്ട വന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിനെതിരെ ഈ അടുത്ത കാലത്ത് തന്നെ വലിയ കോഴ ആരോപണങ്ങൾ വരികയും ചെയ്തു. അപ്പൊ ആ നിലയിൽ വളരെ വലിയ ചർച്ച സംസ്ഥാനത്തുടനീളം ഉണ്ടായ ഒരു മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. എന്തായിരുന്നാലും അനിൽ ആന്റണിയും അതുപോലെ തന്നെ ഡോക്ടർ തോമസ് ഐസക്കും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും എല്ലാം പരമാവധി പ്രചാരണ പരിപാടികൾ നടത്തി. അതുപോലെ തന്നെ നമുക്ക് കണ്ടതാണ്, കുട്ടിക്കലാശം കണ്ടതാണ്. ഏറെ പ്രത്യേകത ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കലാശം. പത്തനംതിട്ട ജില്ലയുടെ എല്ലാ മുക്കിലും മൂലയിലും ഒരേപോലെ 3 സ്ഥാനാർത്ഥികളുടെ ആൾക്കാരുടെ കുട്ടിക്കലാശം നമ്മൾ കണ്ടതാണ്. ആ ആവേശത്തെ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വോട്ടിങ്ങിന് ബൂത്തുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് മുന്നണികളുടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിൽ മുന്നണികൾ അവരവരുടെ വോട്ടർമാരെ അല്ലെങ്കിൽ അവരവരുടെ പ്രവർത്തകരെ ബൂത്തിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ഇലക്ഷൻ വളരെ പ്രവചനാതീതമായ ഒരു മത്സരമായി തന്നെ മാറുന്നുണ്ട്. എന്തായാലും ഡോക്ടർ തോമസ് ഐസക്കും ആന്റോ ആന്റണിയും അനിൽ ആന്റണിയും ഉൾപ്പെടെ 3 പേരും കളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ രാവിലെ അടൂരിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റൽ ഗോപകുമാറും അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അടൂർ പ്രകാശും വോട്ട് രേഖപ്പെടുത്തി. ഏതാനും 9 മണിയോടുകൂടി പത്തനംതിട്ട കാത്തലിക്കറ്റ് സ്കൂളിൽ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി വോട്ട് രേഖപ്പെടുത്തും. അതുപോലെ തന്നെ കുമ്പഴ വടക്കുള്ള UP സ്കൂളിൽ മന്ത്രി വീണ ജോർജ് വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ രാവിലെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയിൽ എന്തായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട കാത്തലിക്കറ്റ് സ്കൂളിന്റെ അവിടെയുള്ള ബൂത്തിലാണ് നിൽക്കുന്നത്. സാമാന്യം ഭേദപ്പെട്ട ക്യൂ ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രവർത്തകരായിട്ടുള്ളവരും അതുപോലെ നേതാക്കളായിട്ടുള്ളവരും ഇവിടെ എത്തുന്നുണ്ട്. സാധാരണ മനുഷ്യരും വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കാര്യമായ രീതിയിൽ പത്തനംതിട്ടയിലെ വോട്ട് പുരോഗമിക്കുന്നു.